ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം ഗൈസ്, സത്യം പറയട്ടോ, കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സത്യം പറയാമല്ലോ, പിള്ളേർ പരീക്ഷ എഴുതരുത്. അവിടെ ഇരുന്ന് ഞാൻ പച്ചക്ക് പറയാം, പരീക്ഷ തോക്കണം. പിള്ളേർ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യരുത് ഗൈസ്. ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, സാമാന്യ മര്യാദ അല്ലെങ്കിൽ ഒരു ഇച്ചിരിയെങ്കിലും ഇതുണ്ടായിരുന്നെങ്കിൽ ഒരു ഫസ്റ്റ് 1 വേർഡ് തന്നെ ഇങ്ങനെ ഒരുമാതിരി കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എനിക്കറിയാം 1 വേർഡ് തന്നെ കണ്ടപ്പോൾ മനസ്സിലായി സാധനം കൈവിട്ട് പോയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി. കാരണം സത്യം പറയാം, നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സ് ടഫാക്കിക്കോ, ഫിസിക്സ് ടഫാക്കാൻ പറ്റും, പക്ഷേ കെമിസ്ട്രി ഒക്കെ ഇങ്ങനെ ടഫാക്കാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടോ. ഇങ്ങനെ വന്ന് ഇത്രയും വൃത്തികെട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ടഫാണോന്ന് ചോദിച്ചാൽ ടഫ് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചില ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ എഴുതണം, ഇതാണോ അതാണോ എന്ന് സത്യം പറഞ്ഞാൽ നല്ല കൺഫ്യൂഷൻ വരുന്നുണ്ട്. പിന്നെ ഓർഗാനിക്കിന് ഇത്രയും ചാപ്റ്റർ ഉണ്ടായിട്ട് ഒരു മര്യാദക്കുള്ള ഒരു ക്വസ്റ്റ്യനെങ്കിലും ഓർഗാനിക്കിന് ചോദിക്കാമായിരുന്നു. കെമിസ്ട്രിയൊക്കെ സത്യം പറഞ്ഞാൽ ഒരുമാതിരിയൊക്കെ ഡയറക്റ്റൊക്കെ ചോദിക്കാം. ഇത് ഒരു എടുത്ത് തുറന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 4 മാർക്കിൻ്റെ എങ്ങാണ്ട് ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ +1 A+ കിട്ടിയ സത്യം A+ ഫുള്ള് പോയി. സത്യം പറയുള്ളൂ, വെറുപ്പിന് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ. മാത്സിന് എന്താവും നമുക്ക് സത്യം പറയാം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാന്നറിയോ, നമ്മൾ തോറ്റ് പണ്ടാണെങ്കിൽ ചോര തുപ്പിച്ചാവണം ഗൈസ്. അത് കണക്കത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു സത്യം പറഞ്ഞിട്ട്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് എഴുതണം, എവിടുന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല, ഏത് സെഷനിൽ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. ഏത് സെഷനിൽ പോയാൽ A അറിയാമെങ്കിൽ B അറിയത്തില്ല, B അറിയാമെങ്കിൽ B. എനിക്ക് സത്യം പറഞ്ഞിട്ട് ഒന്നും കൂടാണ്ട് ചോദിക്കാനല്ല, പിള്ളേർ പരീക്ഷ എഴുതുന്നതിനെക്കാട്ടിലും അവർ ക്രിയേറ്റ് ചെയ്യുന്നത്, കാരണം ക്രിയേറ്റിവിറ്റിയാണ് അവർ കൂടുതൽ നോക്കുന്നത്. എങ്ങനെ പുതിയ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് എഴുതി കൊണ്ടുവരാം, എങ്ങനെ ഇതൊക്കെ സത്യം പറഞ്ഞു കലികളിട്ട് വയ്യ. ഇത് കെമിസ്ട്രീനല്ല ഇടണ്ടേ, കെമിസ്ട്രി എക്സാം എന്നല്ല സത്യം പറഞ്ഞിടണ്ടേ. നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാം, അതിനു വേണ്ടിയുള്ള ഒരു പേപ്പറായിരുന്നു ഇത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുമെന്ന് എനിക്കറിയില്ല. ആ കെമിക്കൽ കൈനറ്റിക്സിനകത്തുനിന്നൊക്കെ ഒരുമാതിരി ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. സൊല്യൂഷൻസ് തന്നെയാണ് കാണുന്നത്. സൊല്യൂഷനെ പിന്നെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പൊന്നെ എനിക്കൊന്നും പറയാനില്ല. ഈ അമേസ് ബയോമോളിക്യൂൾസ് നോക്കിയില്ല സത്യം പറയുന്നത്. ബയോമോളിക്യൂൾസ് ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടിയില്ല. ഇതൊന്ന് ഓർഗാനിക് മറന്നു പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ചെന്നിട്ട് പോലും എനിക്ക് മറന്നു. ആ ലാസ്റ്റ് HCV ഇക്വേഷൻ എനിക്ക് മറന്നുപോയി. ഞാൻ അല്ല 100% പൊട്ടും. ഇതിപ്പോൾ ഇത് എങ്ങനെ കൊണ്ടോടെ തുടങ്ങാം.